നവലേട്ടാ, നാളെ കറണ്ട് ബില്ല് അടക്കണം. 800 രൂപ എങ്ങാണ്ടാ തോന്നണത്. പിന്നെ പഞ്ചസാര നടക്കണ്ട, കാപ്പിപ്പൊടി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇനി ഇവിടെ നിന്നാലേ 2500 വെറും 500. പ്രഭേ, ഞാൻ ഇറങ്ങി. മറന്നല്ലോ പ്രഭേ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പൊട്ടനാണല്ലോ എനിക്ക് കിട്ടിയത്. നവലേട്ടാ, കറി വെക്കാൻ ഒരു സാധനം ഇല്ല. പിന്നെ ചെതലിനടിക്കണ മരുന്നും തീർന്നു കേട്ടോ, അത് നിർബന്ധം. ഇവിടുത്തെ ചെതലൊക്കെ എന്താ പ്രഭേ? ചാവും തോറും പെരുകാണല്ലോ. നീ ഒരു കാര്യം, അവറ്റകളെ പെറുക്കിയെടുത്ത് ഒരു കവറിലിട്ട് നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഈ വഴിഞ്ഞ തമാശക്കെ നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ അടുത്ത് വേണ്ട, വേഗം പോകാം. ഇറങ്ങുന്നതൊക്കെ കൊള്ളാം. വൈകിട്ട് വരുമ്പോ പാവ കയ്യിലുണ്ടാവണം. ലോകത്തിലൊരച്ഛന്മാർക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മറവി. മറന്നു എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് സാൻഡ്വിച്ചിൽ ഒതുക്കുകയും ചെയ്യും. ഇന്നത് നടക്കില്ല അച്ഛാ. വേലയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. വെളിച്ചെണ്ണ കഴിഞ്ഞു, അത്യാവശ്യം അത് നടക്കണ്ട. വെളിച്ചെണ്ണ നിർബന്ധമാണോ പ്രഭേ? വറുത്ത മീൻ നിർബന്ധമാണെങ്കിൽ വെളിച്ചെണ്ണ നിർബന്ധം. അമ്മയും കണക്കാ, അച്ഛനും കണക്കാ. ഇന്ന് എന്തായാലും വേണ്ടില്ല, മണിക്കുട്ടിക്ക് ഇന്ന് പാവ ഉറപ്പാ. 3000-ൽ 1000 കുറവോ? എന്റെ കൃഷ്ണ. പ്രഭേ, എവിടെ പോയി 1000? അതാണ് എനിക്കറിയേണ്ടത്. ഇന്നത്തെ കൂലിയാണെങ്കിൽ വണ്ടിക്കൂലിക്കേ തികയുള്ളൂ. നാളെ പാവം മേടിക്കാൻ പോണെന്ന് വിചാരിച്ചതാ. ഇന്നലെ ഞാൻ പറഞ്ഞ സാധനം ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ആ പൈസ എടുത്ത് വാങ്ങിച്ചു. അതിലിനി ബാക്കി വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, അത് ഞാൻ അയൽക്കൂട്ടത്തിൽ അടിച്ചു. മണിക്കുട്ടിയോട് അവധി പറഞ്ഞു തോറ്റു. ചിലപ്പോ കരച്ചിൽ വരും. എന്റെ കൃഷ്ണ, നാളെ പാവം മേടിക്കാൻ പോണെന്ന് വിചാരിച്ചതാ. എന്റെ കൃഷ്ണ, വീട്ടിലെ കാര്യവും നോക്കണം, വീട്ടുകാരുടെ കാര്യവും നോക്കണം. എനിക്കറിയില്ലെന്ന് നവലേട്ടാ, മണിക്കുട്ടിക്ക് പാവം വാങ്ങാൻ എടുത്തു വെച്ച പൈസ ആയിരുന്നു. നവലേട്ടന്റെ കാര്യം നടന്നാ പോലെ ഞാൻ പോയി ബീനേച്ചിയോട് ഒന്ന് ചോദിച്ചോളൂ. നമ്മുടെ മോളൊരു ആഗ്രഹം പറയുമ്പോ കടം മേടിച്ചിട്ടാണ് അത് സാധിച്ചു കൊടുക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡ്രസ് എടുത്ത് കുടുംബശ്രീന്ന് കടം വാങ്ങിയിട്ടല്ലേ, അപ്പൊ എവിടെ പോയി അഭിമാനം? അതുപോലെയാണോ ഇത്? എന്തായാലും കടം മേടിച്ചല്ലേ, അഭിമാനം നോക്കി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതെ, ശരിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ച കാര്യം നടക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. മണിക്കുട്ടിയെ, അച്ഛനെത്തിയേ? അച്ഛനെന്ന് ലീവാ. അതെന്തിന്? അച്ഛനെന്ന് കോഴിക്കോട്ടേക്ക് പോവുക. അതെന്ത് പറ്റി? മണിക്കുട്ടിക്ക് പാവ മേടിക്കാൻ. കുറച്ച് വെള്ളം കുടിച്ചിട്ടാവാ ഇനിയുള്ള കളി. അമ്മ, വെള്ളം എവിടെ വെച്ചത്? അമ്മ, അമ്മ, എനിക്ക് വെള്ളം വേണം. അമ്മ, വെള്ളം എവിടെ വെച്ചത്? ഹായ് സെവനപ്പ്, എനിക്ക് തരാതെ ഒറ്റയ്ക്ക് കുടിക്കാന്ന് വിചാരിച്ചല്ലേ?
മാണിക്കുട്ടിയെ, മാണിക്കുട്ടിയെ, വൈകി പോയെങ്കിലും അച്ഛൻ വാക്ക് പാലിച്ചു കേട്ടോ. ആ സതീഷേ, അല്ല സതീഷേ, കല്യാണക്കാരെന്തായി? അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണെന്നേ. 3000 മുതലാ ഈ ഇരിക്കണേ. അങ്ങനെ എത്ര 3000 തിന്നു തീർക്കണേ. എവിടെ പോയി മണിക്കുട്ടി? അവളെ വിളിക്കേ. അവൾ അറിയായിരിക്കോ? ഏയ് ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. മോളെ മോളെ എന്ത് പറ്റി? മോളെ 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 എണീക്ക് മോളെ. അച്ഛൻ പാവം കൊണ്ടുപോയിട്ടുണ്ട്. എണീക്ക് മോളെ. എണീക്ക്. അച്ഛൻ പാവം കൊണ്ടുവന്നിട്ടുണ്ട്. എണീക്ക്. എന്തു പറ്റി മോളെ? മോളെ 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 മോളെ